ഉത്സവം കഴിഞ്ഞ് ഏകദേശം ഒരു മാസമായി എൻ്റെ എഡിറ്റിംഗ് ഇതുവരെ തീർന്നില്ല കേട്ടോ. ഇത് ഉത്സവത്തിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്, അതായത് ആദ്യത്തെ തെയ്യൽ ദിവസം. ഈ ഡേറ്റ് ഇവർ വലിയ കുട്ടികളായ പിന്നെ എക്സാം ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസത്തെ തെയ്യം മിസ്സാവാറുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ ജോബിനും എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് ബ്രാഞ്ചിൽ, അവിടെയും പോകണം. അതുപോലെ തന്നെ ഇവരെ എക്സാമിനും കൂടി കൊണ്ടുവിട്ടിട്ട് നേരെ സന്ധ്യയാകുമ്പോൾ നമ്മൾ അമ്പലപ്പറമ്പിലെത്തി കേട്ടോ. വേറൊന്നുമല്ല, മിസ് ചെയ്യാൻ പറ്റില്ലടോ, അതാണ്. പിറ്റേ ദിവസം വേണമെങ്കിൽ വരാം, പക്ഷെ അതൊന്നും ഞാൻ കണക്കിലെടുത്തില്ല, നേരെ വന്നു. അതുകൂടാതെ ഞങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ ഒരാളുണ്ട് വിളിച്ചു പറയുന്നത് ഞാൻ ബസ്സിൽ വരുന്നുണ്ട് അങ്ങോട്ടേക്ക്. അങ്ങനെ രേഖേഷിട്ടും കുറേ നാളത്തിന് ശേഷമാണ് കേട്ടോ വരുന്നത്. കുറേ കുട്ടികളെ പരിപാടിയുണ്ട്. അക്കൂട്ടത്തിൽ മഞ്ജുവിൻ്റെ മഞ്ജിമയുടെ എല്ലാം കൈകൊട്ടിക്കളി ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഈ കൈകൊട്ടിക്കളി നോക്കുന്നതിൻ്റെ ഇടയിൽ എന്നെയും അമ്മേനെയും ആമിമോൾ നടന്ന് ഓടിക്കുന്നുണ്ട് കേട്ടോ. ആമിമോക്കും അവരെ നടുക്ക് നിന്ന് കൈകൊട്ടിക്കളി കളിക്കണം, ആ ഒരു വാശിയാണ് ഉണ്ടായത് കേട്ടോ. കുടുംബങ്ങളെല്ലാം ഒന്നിച്ച് നിന്ന് ഉണ്ടായ ഒരു അവസരം ഞാൻ പാഴാക്കിയിട്ടില്ല. ആ സമയത്ത് ഞാൻ വീഡിയോ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ടെറ്റ ബൈ, സി.